ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തെയും ഒരു വിവാദ നായകനായിരുന്നു സംവിധായകനായ മഹേഷ് ഭട്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയിൽ ജനിച്ച മകളായിരുന്ന പൂജ ഭട്ടിനെ അദ്ദേഹം ചുംബിക്കുകയും അതിഗാഠമായ രീതിയിലുള്ള അവരുടെ ആ ലിപ് ലോക്ക് രംഗങ്ങൾ 1990 ഒരു മാഗസിനിൽ അച്ചടിച്ചു വരികയും ചെയ്തു. ഇതൊരുപാട് വിമർശനങ്ങൾക്ക് ഇടയാക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അവളെൻ്റെ മകളായതുകൊണ്ട് മാത്രമാണ് വിവാഹം കഴിക്കാത്തത്, നേരെ മറിച്ച് പൂജ ഭട്ട് തൻ്റെ മകളല്ലായിരുന്നുവെങ്കിൽ അവളെ താൻ ഭാര്യയാക്കിയനെ, അത്രമാത്രം താൻ അവളെ സ്നേഹിക്കുന്നുവെന്നും സുന്ദരിയാണ് തൻ്റെ മകളെന്നും അഭിമാനത്തോടെയും സമൂഹത്തിൻ്റെ സദാചാര നിയമങ്ങളെ വെല്ലുവിളിച്ചും മഹേഷ് ഭട്ട് പറയുകയുണ്ടായി. ഒരു കാലത്ത് യുവാക്കളുടെ ഹരമായിരുന്നു പൂജ ഭട്ട്. അവരുടെ സഹോദരിയായ ആലിയ ഭട്ട് ഇന്നും ബോളിവുഡിൽ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്, ഒരുപാട് ചിത്രങ്ങളിലൊക്കെ സജീവമാണ്. അപ്പോൾ മഹേഷ് ഭട്ടിൻ്റെ ഒരു പൊതു സ്വഭാവം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒന്നിലേറെ ഭാര്യമാരുണ്ട്, നിരവധി നടികളുമായിട്ട് അഗാധ പ്രണയവും അവിഹിത ബന്ധങ്ങളും ഉണ്ടായിരുന്നു, പലരെയും പ്രേമിച്ചു. അവസാനം പുതിയ പുതിയ ആളുകളെ മതം മാറി വരെ അദ്ദേഹം വിവാഹം കഴിച്ചു. അപ്പോൾ ആദ്യ ഭാര്യയിലെ മഹേഷ് ഭട്ടിന് ജനിച്ച മകളാണ് പൂജ ഭട്ട്. ഇവരെ ഈ രണ്ട് പെൺമക്കളെ കൂടാതെയും ഇദ്ദേഹത്തിന് ഒരു മകൻ കൂടിയുണ്ട്. അങ്ങനെ മഹേഷ് ഭട്ട് നടി പ്രവീൺ ബാബു അടക്കം പ്രമുഖരായ പല നടിമാരുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് പ്രണയത്തിലാവുകയും മറ്റു ബന്ധങ്ങളിൽ ഏർപ്പെടുകയൊക്കെ ചെയ്തു. ഒടുവിൽ ബ്രിട്ടീഷ് നടിയായ സോണി റസ്താനുമായിട്ട് നടൻ ഇഷ്ടത്തിലാവുകയും അവരുടെ കൂടെ ജീവിതം ആരംഭിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ആദ്യ ഭാര്യയെ വേർപെടുത്താൻ ആഗ്രഹമില്ലാത്തതിനാൽ മുസ്ലിം മതം സ്വീകരിച്ചതിന് ശേഷമാണ് ഈ സോണിയെ വിവാഹം കഴിക്കുന്നത്. ആ ബന്ധത്തിലാണ് നമ്മുടെ ആലിയ ഭട്ട് എന്ന മകൾ ജനിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ആദ്യത്തെ മകളായ പൂജ ഭട്ടിനോട് ഇദ്ദേഹത്തിന് വല്ലാത്ത സ്നേഹമായിരുന്നു. അപ്പം അഗാധമായ തലത്തിലുള്ള തൻ്റെ സ്നേഹം വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ലിപ് ലോക്ക് രംഗം തന്നെ താൻ പകർത്തിയതെന്നാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം. പക്ഷേ ഈ മാസികയിൽ ഈ ചിത്രം വന്നതോടുകൂടി നമ്മുടെ സംസ്കാരത്തിന് ചേരുന്ന ഒരു നടപടിയല്ല അദ്ദേഹവും മകളുമായ പൂജ ഭട്ടും ചെയ്തതെന്നുള്ള വലിയ വിമർശനം വരികയും വലിയ വലിയ വിവാദങ്ങളിലേക്ക് ഈ ഒരു വിഷയം മാറിപ്പോവുകയും ചെയ്തു. അതായത് അച്ഛനും മകളും ഒരേപോലെ വിമർശനങ്ങൾ നേരിട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഒരിക്കലും ഒരച്ഛനും മകളും തമ്മിൽ ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തിയാണ് ചെയ്തത് എന്ന് കൃത്യമായിട്ട് മാധ്യമങ്ങളിൽ ഇത് വലിയൊരു വാർത്തയായിട്ട് വരികയും ചെയ്തു. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് പെൺമക്കളെ ചൂഷണം ചെയ്യുന്ന, ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്ന പിതാക്കന്മാരെക്കുറിച്ച് നമ്മൾ ഒരുപാട് വാർത്തകൾ കേട്ടിട്ടുണ്ട്. അതേപോലെ ചുരുക്കം ചില സാഹചര്യങ്ങളിലൊക്കെ തങ്ങളുടെ അമ്മമാരോട് വല്ലാത്ത അഭിനിവേശം പുലർത്തുന്ന മക്കളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. മലയാള സിനിമയിൽ ഇത്തരത്തിലുള്ള കഥകളൊന്നും കേട്ടിട്ടില്ലെങ്കിലും നമ്മുടെ പ്രശസ്ത നടനായ പ്രകാശ് രാജിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കഥ പ്രചരിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ അമ്മ മരണക്കിടക്കയിലായിരിക്കുമ്പോൾ അടുത്ത ജന്മം എൻ്റെ ഭാര്യയായിട്ട് വരണമെന്ന് താൻ ആഗ്രഹിക്കുന്നു എന്ന തരത്തിൽ പ്രകാശ് രാജ് നടത്തിയെന്ന് പറയുന്ന ഒരു പരാമർശം ഒരു കാലത്ത് വലിയൊരു ചർച്ചയായിരുന്നു. കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ, പ്രകാശ് രാജിൻ്റെ സങ്കല്പത്തിലെ ഉള്ള ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ഭാര്യ എന്ന് പറയുന്ന സർവ്വഗുണവും അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചുണ്ടായ അല്ലെങ്കിൽ അദ്ദേഹം കണ്ടെത്തിയ ഒരു വ്യക്തി തൻ്റെ അമ്മയിൽ മാത്രമാണ്. അതൊരു അമ്മയോടുള്ള കാമമല്ല, താൻ കണ്ടെത്തിയ തൻ്റെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചുള്ള ഒരു സർവ്വഗുണ സമ്പന്നയായ സ്ത്രീയായിട്ട് അദ്ദേഹം കണ്ടത് തൻ്റെ അമ്മയെ മാത്രമാണ്. അപ്പം അതുകൊണ്ട് അടുത്ത ജന്മത്തിൽ അമ്മയല്ലാതെ എനിക്ക് എൻ്റെ ഭാര്യയായിട്ട് കിട്ടണമേ എന്നുള്ളൊരു ആഗ്രഹമാണ് ഈ ഒരു വിഷയത്തിൽ പ്രകാശ് രാജ് പ്രകടിപ്പിച്ചത്. പക്ഷേ ഇതിനെക്കുറിച്ച് നേരെ മറിച്ച് നമ്മുടെ മഹേഷ് ഭട്ടും പൂജ ഭട്ടും തമ്മിലുള്ള ചുംബനത്തെക്കുറിച്ച് പറയുന്നത് അച്ഛനെ മകളെ ചുംബിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷേ മകളുമായിട്ട് ലിപ് ലോക്ക് രംഗത്തിൽ ഏർപ്പെടുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നൊരു നിർബന്ധ ബുദ്ധി നമ്മളുടെ ഇടയിലുണ്ട്. അതിനെക്കുറിച്ച് തന്നെയാണ് ചർച്ചയായത്. അപ്പോൾ പിന്നീട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ വന്നപ്പോൾ പൂജ ഭട്ട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, തൻ്റെ അച്ഛന് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ തങ്ങളുടെ പിതാക്കന്മാർ അല്ലെങ്കിൽ മാതാപിതാക്കൾ മക്കളോട് ഒരു സ്നേഹ ചുംബനം ചോദിക്കുന്ന വലിയ തെറ്റായിട്ടൊന്നും കണ്ടിട്ടില്ലെന്നും, അങ്ങനെ വളരെ അല്ലെങ്കിൽ വളരെ സ്നേഹത്തോടെ ഇഷ്ടത്തോടെയും ഒരുമിച്ച് സമയം ചെലവഴിച്ചപ്പോൾ തൻ്റെ പിതാവ് തന്നോടൊരു ചുംബനം ചോദിച്ചു എന്ന്, ആ ചുംബനം കൊടുത്തു വന്നു. അത് ചുണ്ടിലായതിൽ എന്താണ് ഇത്ര തെറ്റ് എന്നുള്ള രീതിയിലാണ് പൂജ ഭട്ട് അത് പറഞ്ഞത്. അല്ലാതെ അതിനകത്ത് മറ്റൊരു അർത്ഥവും താൻ അത് കണ്ടിട്ടില്ലെന്നും, ഇതിങ്ങനെ വലിയൊരു വിവാദമായിട്ട് മാറുമെന്നോ ഇത്തരം പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്നോ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. അതായത് മുഖത്ത് ചുംബിക്കുന്ന പോലെയല്ലേ ചുണ്ടത്ത് ചുംബിക്കുന്നത് എന്ന തരത്തിലാണ് പൂജ ഭട്ട് ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചത്.
അന്നും ഇന്നും താൻ അച്ഛൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞാണ്, അതിനൊരു മാറ്റവുമില്ല എന്ന് ആണ് പൂജ ഭട്ടിൻ്റെ ആ ഒരു നിലപാട്. ഇതും വലിയൊരു ചർച്ചയായിട്ട് മാറി. അപ്പോൾ അതിനെ മറ്റൊരു തരത്തിൽ ആളുകൾ വ്യാഖ്യാനിക്കുന്നുണ്ട്. സിനിമാ നടിയാണ്, വളരെ സുന്ദരിയാണ്, പ്രശസ്തിയായി. അപ്പോൾ ഇവരത് ആളുകളിടയിൽ ഒരു വൻ വിവാദമാക്കാൻ ബോധപൂർവം ചെയ്ത ഒരു കാര്യമാണ് എന്ന തരത്തിലുള്ള പരാമർശം വന്നു. മാത്രമല്ല മഹേഷ് ഭട്ടിന് പൂജ ഭട്ടിനോട് ഒരു മകൾ എന്നതിലുപരി ഒരു കാമുകിയെ മകളിൽ ദർശിക്കുന്നതുകൊണ്ടാണ് ചുണ്ടിൽ തന്നെ ലിപ് ലോക്ക് നടത്താനും ആ ഒരു രംഗം മാധ്യമങ്ങളിൽ വരാനിടയാക്കിയതെന്നും മാത്രമല്ല ഇവരെ കെട്ടിപ്പിടിച്ചിരിക്കുന്നതും അവർ തമ്മിൽ വളരെ സ്വതന്ത്രമായിട്ട് അടുത്തിടപഴകുന്ന രീതിയിലുള്ള ഒരുപാട് ചിത്രങ്ങളൊക്കെ അക്കാലത്ത് പുറത്തു വന്നു. സ്വാഭാവികമായിട്ടും മഹേഷ് ഭട്ടിന് തൻ്റെ മകളായ പൂജ ഭട്ടിനോടുള്ളത് സ്നേഹമല്ല, കാമത്തിൽ പൊതിഞ്ഞ പ്രണയമാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ ഇടം പിടിച്ചിരുന്നു. പൂജ ഭട്ട് അതിനെ വളരെ നിസ്സാരവൽക്കരിച്ചാണ് പറഞ്ഞത്. സ്നേഹത്തോടെ തൻ്റെ അച്ഛന് ചുണ്ടിലൊരു ഉമ്മ തന്നത് ഇത്രയും വലിയ തെറ്റാണോ, വലിയൊരു പാതകമാണോ, താൻ അങ്ങനെയൊന്നും കാണുന്നില്ല എന്നൊരു മൃദു സമീപനമാണ് പൂജ ഭട്ട് ഇക്കാര്യത്തിൽ കൈക്കൊണ്ടത്. മാത്രമല്ല ഒരു കാലത്ത് ഇന്ത്യൻ സിനിമയിലെ എന്ന് മാത്രമല്ല ഇന്ത്യയിലുള്ള മുഴുവൻ യുവാക്കളുടെ സ്വപ്ന റാണിയായിരുന്ന പൂജ ഭട്ടിനെ തൻ്റെ അച്ഛൻ തൻ്റെ ഇങ്ങനത്തിൽ ചുംബിക്കുകയാണോ, അപ്പോൾ ഒരു പിതാവിൻ്റെ കണ്ണോടെ അല്ലേ, കാമക്കണ്ണോടെയാണോ ഈ വൃത്തികെട്ട മനുഷ്യൻ തൻ്റെ മകളെ നോക്കുന്നത് എന്നൊക്കെ തരത്തിലെ പൂജ ഭട്ടിൻ്റെ ആരാധകരും ഈ വിഷയത്തിൽ വലിയൊരു പങ്കുവച്ചു. അതായത് ഇതിനെ വലിയൊരു വിവാദമാക്കി മാറ്റുവാനായിട്ട് പൂജ ഭട്ടിൻ്റെ ആരാധകർക്കും കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പ്രണയം ഒരു ഹോബിയായിട്ട് കൊണ്ടു നടക്കുന്ന ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അതായത് മഹേഷ് ഭട്ടിനെ സംബന്ധിച്ചിടത്തോളം തന്നെക്കാൾ വളരെ ചെറുപ്പക്കാരിയായ സ്ത്രീകളുമായിട്ടും അദ്ദേഹത്തിന് അതിൽ കിടന്ന ബന്ധമുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ബന്ധമുണ്ടായിരിക്കെ തന്നെ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ പൂജ ഭട്ട് എന്ന സ്വന്തം മകളോടും അത്തരത്തിലുള്ള ഒരു വാത്സല്യവും കാമവും ഇഷ്ടവും പ്രണയവും എല്ലാം നിറഞ്ഞിരുന്നു എന്ന ആളുകളുടെ ആ സങ്കല്പത്തെയും സദാചാരവാദത്തെയും പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള നിരവധി ചിത്രങ്ങൾ അന്ന് വരികയും ഒരുപാട് ലേഖനങ്ങളൊക്കെ പലപ്പോഴായിട്ട് പുറത്തു വരികയും ചെയ്തിരുന്നു. എന്തായാലും പൂജ ഭട്ട് ഇന്ന് സിനിമയുടെ വലിയ വലിയ തിരക്കുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് ഏതാണ്ട് സ്വസ്ഥമായ ഒരു ജീവിതം നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ മകളെ തന്നെ പ്രണയിക്കുക, അല്ലെങ്കിൽ മകളെ തന്നെ എൻ്റെ മകളല്ലായിരുന്നുവെങ്കിൽ ഞാൻ അവളെ എൻ്റെ ഭാര്യയാക്കിയനെ, അതിലെന്താണ് തെറ്റ് എന്ന് ചോദിക്കുന്ന ഒരു പിതാവിനെ ഇന്ത്യൻ സിനിമ ഇതിനു മുൻപ് കണ്ടിട്ടില്ല. ഇങ്ങനെയൊരു ചരിത്രമുണ്ടായത് മഹേഷ് ഭട്ടിൻ്റെയും പൂജ ഭട്ടിൻ്റെയും ജീവിതത്തിൽ മാത്രമാണ്.